ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജെഇയുടെ ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ജെഇ 2025 ഡേറ്റ് ആയിട്ടുണ്ട്. 22-ാം തീയതി മുതൽ 29-ാം തീയതി വരെ ജെഇയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ കെമിസ്ട്രിയുടെ ഒരു ചെക്ക് ലിസ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ജെഇയിൽ ഒരു 99% മേളിൽ 99% എബോവ് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ പറയുന്ന ചെക്ക് ലിസ്റ്റിലെ കാര്യങ്ങൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് അറ്റംപ്റ്റിൽ ഒന്ന് ട്രൈ ചെയ്ത് എങ്ങനെയെങ്കിലും കടന്നുകൂടണം, ജെഇക്ക് എങ്ങനെയെങ്കിലും കടന്നുകൂടണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും ഈ പറയുന്ന ചെക്ക് ലിസ്റ്റിലെ കാര്യങ്ങൾ എങ്കിലും മിനിമം നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജെഇ ക്ലിയർ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി പാർട്ടിലെ ഒരു ഫൈനൽ ലെവൽ ഓഫ് പ്രിപ്പറേഷനിൽ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ഓരോ ഭാഗങ്ങൾ പറയുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള വർക്കൗട്ട് ഷീറ്റ് ഞാൻ ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഭാഗം പോസ് ചെയ്തുകൊണ്ട് ആ ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ആസ് മച്ച് ആസ് പോസിബിൾ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുല ഷീറ്റ്, അതുപോലെ റിയാക്ഷൻസിൻ്റെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് 1 by 1. ഞാൻ ദിവാകരൻ മാഷാണ്, പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ്, തൃശ്ശൂർ. ആദ്യമായിട്ട് തന്നെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കോൺസെൻട്രേഷൻ ടേമുമായി ബന്ധപ്പെട്ട എല്ലാ ഫോർമുലകളും കൺസോൾഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. സ്റ്റോഷിയോമെട്രിയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരാം. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ന്യൂമറിക്കൽ പാർട്ടിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് മോഡറേറ്റ് ലെവലിലുള്ള ഒരു ചോദ്യവും വരാൻ സാധ്യതയുണ്ട്. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചിട്ട് തിയറി നോക്കരുത് എന്നല്ല, തിയറിയിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഡാൽട്ടൺസ് അറ്റോമിക് തിയറി നോക്കണം. അതുപോലെ യൂണിറ്റുകളുടെ ഭാഗത്തു നിന്ന് പോലും കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം വന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ കാര്യം. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, അറ്റോമിക് സ്പെക്ട്രമാണ്. റിഡ്ബർഗ് ഫോർമുല, അറ്റോമിക് സ്പെക്ട്രം, ബോർ ഫോർമുല എല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഫോർമുല ഞാൻ തന്നിരിക്കുന്ന ഷീറ്റ് പ്രിന്റ് ഔട്ട് എടുക്കുക. ആ ഭാഗം ഒന്ന് എല്ലാവരും നോക്കിയെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നോക്കാൻ മറക്കരുത് കേട്ടോ. കമ്മിങ് ടു ദ ലാസ്റ്റ് പാർട്ട്, ക്വാണ്ടം മെക്കാനിക്സിന്റെ ആ ഭാഗം കഴിഞ്ഞാൽ ക്വാണ്ടം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. വിച്ച് ആർ ദ പെർമിസിബിൾ വാല്യൂസ്, അല്ലെങ്കിൽ ഏതാണ് പെർമിസിബിൾ അല്ലാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ഭാഗം. ഓർബിറ്റൽ പ്രോബബിലിറ്റി ഡയഗ്രാംസ്, നോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ കുറേ ഫോർമുലയുണ്ട്. ആ ഫോർമുലാസ് എല്ലാം തന്നെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് തന്നിട്ടുള്ളത് ഒരു അത് നിങ്ങൾ പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. പഠിച്ചിട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അതിൽ ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതല്ല ഒരു ലാസ്റ്റ് ടൈം എങ്ങനെയെങ്കിലും കടന്നുകൂടാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കടന്നുകൂടാൻ സാധിക്കും. കമ്മിങ് ടു ദ തേർഡ് ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ വരുന്ന ചാപ്റ്ററിൽ എഗെയിൻ കുറേ ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ആ ഗ്രാഫുകളെല്ലാം നോക്കണം. ആ ഗ്രാഫുകളെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് തരാം. പിന്നെ അനാലിസിസ് നടത്തേണ്ടത് ആ ടേബിൾസ് ആണ്. ഏത് ടേബിൾസ് ആണ്? ഇലക്ട്രോൺ ഗെയിൻ, എൻതാൽപ്പി പോലുള്ള കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള ആ ടേബിൾസ്. അവസാനം വരുമ്പോൾ വാലൻസി ഫാക്ടറും വാലൻസിയും ഓക്സിഡേഷൻ നമ്പറും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്, ഓക്സൈഡ്സിന്റെ കാര്യങ്ങളും ഹൈഡ്രൈഡ്സും തന്നിരിക്കുന്ന ആ ടേബിൾ നോക്കണം. നാലാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഒക്ടെറ്റ് റൂള് നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടെറ്റും നന്നായിട്ട് പഠിക്കണം. VSEPR തിയറിയുടെ ആ ടേബിൾ മനോഹരമായിട്ട് പഠിക്കുക. VB തിയറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷനും ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റ് നന്നായിട്ട് നോക്കുക. SP ഹൈബ്രിഡൈസേഷൻ, SP2, SP3, SP3D, SP3D2, അതുപോലെ DSP2, മറ്റു നമ്മൾ കോംപ്ലക്സിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ആ ഹൈബ്രിഡൈസേഷനും അതിൻ്റെ കാര്യങ്ങളും. MO തിയറി നന്നായിട്ട് നോക്കണം. MO തിയറി ഓക്സിജന്റെ കോൺഫിഗറേഷൻ നോക്കുക, നൈട്രജന്റെ കോൺഫിഗറേഷൻ നോക്കുക, എല്ലാ ഓക്സിജൻ നൈട്രജൻ സ്പീഷീസും നോക്കുക. രണ്ട് കോൺഫിഗറേഷനെയും വ്യത്യാസം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ സ്പീഷീസ് വർക്കൗട്ട് ചെയ്യാൻ കേപ്പബിൾ ആണ് എന്ന് ഉറപ്പ് വരുത്തുക. ഓഫ് കോഴ്സ് സ്റ്റാർട്ടിംഗ്
അല്ലെങ്കിൽ റെസൊണൻസ്, ഫജൻസ് റൂൾ അതും കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടാവണം. കമ്മിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ തെർമോഡൈനമിക്സ് ആണ്. തെർമോഡൈനമിക്സിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, ഡെൽറ്റ യു ഡെൽറ്റ എച്ച് റിലേഷൻഷിപ്സ്, അതുമായി ബന്ധപ്പെട്ട ഫോർമുല, റിവേഴ്സിബിൾ വർക്ക്, ഇറിവേഴ്സിബിൾ വർക്ക്, എല്ലാ ഫോർമുലയിലും കൺസോളിഡേറ്റ് ചെയ്ത് ഞാനൊരു ഷീറ്റ് കാണിച്ചിട്ടുണ്ട്. ആ ഷീറ്റ് ഒന്ന് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിൽ വരുന്ന എല്ലാ ഫോർമുലകളും പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. വേരിയസ് എൻതാൽപ്പി ടേംസ് നോക്കാൻ മറക്കരുത്. ബോൺ ഹേബർ സൈക്കിളിന്റെ ഒരു പ്രോബ്ലം ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളതാണ്. ഹെസ്സസ് ലോയുമായി ബന്ധപ്പെട്ട ആ ഭാഗങ്ങൾ. ഓഫ്കോഴ്സ് തെർമോഡൈനമിക്സിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ലാസ്റ്റ് പോർഷനിൽ വരുന്ന ഫ്രീ എനർജിയുടെ ജിബ്സ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതൊരു ചോദ്യം വരാവുന്നതാണ്. ജിബ്സ് ഫംഗ്ഷന്റെ ഫോർമുല, ജിബ്സ് ഫംഗ്ഷൻ നമ്മൾ ഇക്വിലിബ്രിയവുമായി ലിങ്ക് ചെയ്തുകൂടെ വേണം ചിന്തിക്കാൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ജിബ്സ് ഇക്വേഷനും തമ്മിൽ വരുന്ന ഫോർമുലകൾ ഓർമ്മയുണ്ടല്ലോ, ഒരു 5-8 ഫോർമുല, അതും ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കണം. ആഫ്റ്റർ തെർമോഡൈനമിക്സ് സ്വിച്ചിങ് ഓവർ ടു റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്ന കാര്യമാണ്. ഓക്സിഡേഷൻ നമ്പറും അതിന്റെ പാരഡോക്സും കൃത്യമായി നോക്കി വെക്കുക. ടിപ്പിക്കലി വരാൻ സാധ്യതയുള്ള ബാലൻസിങ് ഓഫ് ഇക്വേഷൻ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും വരിക, അതും നോക്കി വെക്കുക. ദാറ്റ്സ് അബൌട്ട് റിഡോക്സ് റിയാക്ഷൻ. ആൻഡ് ദ മോസ്റ്റ് വാണ്ടഡ് ചാപ്റ്റർ നോ ഡൗട്ട് അബൌട്ട് GOC ആണ്. ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ആണ് അല്ലെ. അതിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? നോമൻക്ലേച്ചറിന്റെ ഭാഗം നോക്കണം. ഇപ്പോഴും വരുന്ന ടിപ്പിക്കലായിട്ട് വരുന്ന എക്സാമ്പിൾസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. നോമൻക്ലേച്ചർ കഴിഞ്ഞാൽ ഐസോമറിസം കംപ്ലീറ്റ് ആയിട്ട് നോക്കണം. ഇനീഷ്യൽ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിൾ ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. ഈവൻ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നത് പോലെ തന്നെ ആ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ട ഒരു സിമ്പിൾ ചോദ്യം ഒരുപക്ഷെ വരാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു എക്സാമ്പിൾസ് അതൊരു പക്ഷേ വന്നേക്കാവുന്നതാണ്. ആൻഡ് ദെൻ യു നീഡ് ടു ഗോ ത്രൂ അറ്റാക്കിംഗ് സ്പീഷീസ്, അറ്റാക്കിംഗ് റിയേജൻസിനെ കുറിച്ച്, ഇലക്ട്രോഫൈൽസ്, ന്യൂക്ലിയോഫൈൽസ്, ഒരു ഡീറ്റെയിൽ ലിസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ആ ഭാഗം നോക്കണം. പിന്നെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ, കാർബാനയോൺ, ഫ്രീ റാഡിക്കൽസ്, ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ ഡീറ്റെയിൽ ലിസ്റ്റും നന്നായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഇത്രയും ഭാഗങ്ങൾ എൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവണം. കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദാറ്റ് ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. പ്യൂരിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ എന്ന ഭാഗത്ത് നിന്ന് ഒന്നുകിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ഏതെങ്കിലും ഒരു ഫോർമുല ബേസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ ഏതെങ്കിലും ഒരു എസ്റ്റിമേഷൻ ആണ്. ആ എസ്റ്റിമേഷന്റെ കംപ്ലീറ്റ് ഫോർമുല ഒരു വർക്കൗട്ട് ഷീറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് പോസ് ചെയ്ത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കമ്മിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിലാണ്. ഹൈഡ്രോ കാർബൺസിൽ ആൽക്കൈൻസ്, ബെൻസീൻ, ഇത്രയും ഭാഗമാണെന്ന് അറിയാമല്ലോ. ഇതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ റിയാക്ഷൻസും ഒന്ന് നോക്കിയിട്ടുണ്ടാവണം. വുഡ്സ് റിയാക്ഷൻ നോക്കണം, കോൾബ് ഇലക്ട്രോളിസിസ് നോക്കണം, ഡീകാർബോക്സിലേഷൻ നോക്കണം. പിന്നെ കമ്മിങ് ടു അതിൻ്റെ റിയാക്ഷൻസിലേക്ക് വരുമ്പോൾ ആരോമാറ്റൈസേഷൻ അതുപോലുള്ള റിയാക്ഷൻസ് ഒന്ന് നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും ആൽക്കീൻസിലും ഇതുപോലെ തന്നെ. ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷനിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആൽക്കൈൻസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന 2 റിയാക്ഷൻ മറക്കാതെ നോക്കുക. ഒന്ന് സിസ് ആൽക്കീൻ കിട്ടുന്നതും ലിൻഡാൾസ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് സിസ് ആൽക്കീൻ കിട്ടുന്നതും, മറ്റേത് ട്രാൻസ് ആൽക്കീൻ കിട്ടുന്നതും. ആ 2 റിയാക്ഷൻസും പ്രത്യേകം നോക്കുക. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നോക്കുക, ഡീഹാലോജിനേഷൻ നോക്കുക, ഡീഹൈഡ്രേഷൻ നോക്കുക. ആ റിയാക്ഷൻസ് പ്രിപ്പറേഷൻസിലെല്ലാം നോക്കുക. പ്രോപ്പർട്ടീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാവുന്നതുപോലെ തന്നെ മാർക്കോണിക് ഓഫ് അഡിഷൻ, ആന്റി മാർക്കോണിക് ഓഫ് അഡിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മെക്കാനിസം കൂടെ നോക്കാൻ ശ്രമിക്കുക. രണ്ടിൻ്റെയും മെക്കാനിസം, മാർക്കോണിക് ഓഫ് അഡിഷനിൽ വരുന്ന കാർബോകാറ്റയോൺ മെക്കാനിസം, ആന്റി മാർക്കോണിക് ഓഫ് അഡിഷനിൽ വരുന്ന ഫ്രീ റാഡിക്കൽ മെക്കാനിസം, രണ്ടും നോക്കിയിട്ടുണ്ടാവണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷൻ ഓസോണോലിസിസ് വിട്ടുപോകരുത്, ഓക്സിഡേഷൻ റിയാക്ഷൻ വിട്ടുപോകരുത്. ഇപ്പോൾ KMnO4 വെച്ചുള്ള ഓക്സിഡേഷൻ റിയാക്ഷൻ, ഓസോണോലിസിസ് റിയാക്ഷൻ, ഇതെല്ലാം നോക്കണം. ബ്രോമിന്റെ അഡിഷൻ റിയാക്ഷൻ അതും മറക്കാതെ നോക്കുക. കമ്മിങ് ടു ആൽക്കൈൻസ്, ആകെ 1-2 റിയാക്ഷൻ മെത്തേഡ് മാത്രമേ പ്രിപ്പറേഷനിൽ പഠിക്കാനുള്ളൂ. അത് നോക്കിക്കൊള്ളാം. സൈക്ലിക് ട്രൈമറൈസേഷൻ പ്രത്യേകം തന്നെ നോക്കണം. ആ റിയാക്ഷൻസിൽ ബെൻസീൻ ഉണ്ടാവുന്ന സൈക്ലിക് ട്രൈമറൈസേഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആൽക്കൈൻസ് പഠിക്കുമ്പോൾ അസിഡിക് സ്ട്രെങ്ത്തിനെ കുറിച്ച് പഠിക്കുന്ന റിയാക്ഷൻസ് പഠിക്കണം. ആൽക്കൈൻസിലെ ഹൈഡ്രജൻ അസിഡിക് ഹൈഡ്രജൻ ആണ്. അത് സോഡിയം അമൈഡുമായിട്ടുള്ള റിയാക്ഷൻ വരുന്നത് എങ്ങനെയാണ്, സിൽവർ നൈട്രേറ്റുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണ്, കുപ്രസ് ക്ലോറൈഡിലെ റിയാക്ഷൻ
റിയാക്ഷൻ എങ്ങനെയാണ്, ആ 3 റിയാക്ഷൻസ് പഠിപ്പിച്ചുള്ളത് നോക്കുക. ആ റിയാക്ഷനും നോക്കിയിട്ടുണ്ടാവണം. കമ്മിങ് ടു ബെൻസീൻ. ബെൻസീന്റെ പ്രിപ്പറേഷൻസ് 1-2 റിയാക്ഷനേ ഉള്ളൂ. അതിലും ഈ സൈക്ലിക് ട്രൈമറൈസേഷൻ ഓർഗാനിക് റിയാക്ഷൻസ് എല്ലാം ഓരോ ഭാഗത്ത് പഠിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് അപ്ലിക്കബിൾ ആണെന്ന് അറിയാമല്ലോ. അതുപോലെ ബെൻസീന്റെ റിയാക്ഷൻസ് പറയേണ്ട ആവശ്യമില്ല. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓർഡർ ആയിട്ട് ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കണം. ആ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ്, സ്ട്രോങ്ലി ഡീആക്ടിവേറ്റിംഗ്, അതുപോലെ മോഡറേറ്റ്ലി ഡീആക്ടിവേറ്റിംഗ്, ആ ഗ്രൂപ്പിന്റെ ഓർഡറിൽ തന്നെ പഠിക്കണം. ക്ലോറോ ബെൻസീൻ വരുമ്പോൾ ക്ലോറിന് സ്ലൈറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് ആണ്, അതേസമയം ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ് എന്നുള്ള കാര്യം മറക്കാതെ ശ്രദ്ധിക്കണം. കമ്മിങ് ടു ദ സെക്കൻഡ് ഇയർ പോർഷൻ, സൊല്യൂഷൻസ് എന്ന ചാപ്റ്റർ ആണ്. സൊല്യൂഷൻസിലെ കോൺസെൻട്രേഷൻ ടേം ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ ധാരാളമാണ്. അതേസമയം നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ മറക്കാതെ ഹെൻറീസ് ലോയും അതിന്റെ ഗ്രാഫും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഹെൻറീസ് ലോ, റൗൾസ് ലോ, ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതിന്റെ എല്ലാം ഫോർമുലകൾ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. കമ്മിങ് ടു ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദ ചാപ്റ്റർ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതിന്റെ ഫോർമുല ഇൻക്ലൂഡിംഗ് ബാൻഡ് ഓഫ് ഫാക്ടർ, അബ്നോർമൽ ക്യാരക്ടേഴ്സ് ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡ്യൂ ടു ഡിസോസിയേഷൻ ആൻഡ് അസോസിയേഷൻ, അതിന്റെ എല്ലാം ഫോർമുല തന്നിട്ടുണ്ട്. അത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ഇലക്ട്രോ കെമിസ്ട്രി ആണ്. നേൺസ് ഇക്വേഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നേൺസ് ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. നേൺസ് ഇക്വേഷനും അതിന്റെ അപ്ലിക്കേഷനും അതിന്റെ ഫോർമുല, ഡെൽറ്റ ജിയുമായിട്ടുള്ള ഫോർമുല, EMF-ഉമായിട്ടുള്ള ഫോർമുല, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ടുള്ള ഫോർമുല, ഇതെല്ലാം നോക്കിയിട്ടുണ്ടാവണം. അടുത്ത് വരുന്നത് റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടൻസ്, ഇക്വിവലന്റ് കണ്ടക്ടൻസ്, ഇത് കംപ്ലീറ്റ് നോക്കിയിട്ടുണ്ടാവണം. അതിന്റെ ഫോർമുല എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫോർമുല മറന്നിട്ടില്ലല്ലോ, അത് നോക്കണം. കോളറാഷ്യസ് ലോയ്ക്ക് മുൻപായിട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർ ഹൗ മോളാർ കണ്ടക്ടൻസ് ഇൻഫ്ലുവൻസസ് ബൈ കോൺസെൻട്രേഷൻ, മോളാർ കണ്ടക്ടൻസും അതുപോലെ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനുമായിട്ടുള്ള ബന്ധം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് എങ്ങനെയാണ് വരുന്നത്, വീക്ക് ഇലക്ട്രോലൈറ്റിന് എങ്ങനെയാണ്, ആ ഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ. അത് തുടർന്ന് വരുന്ന കോളറാഷ്യസ് ലോ, അതിന്റെ അപ്ലിക്കേഷൻ മറക്കരുത്. ഫാരഡേസ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും, അതിന്റെ ഫോർമുല, അതിന്റെ ഇക്വേഷൻസ്, ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ്. ലാസ്റ്റ് പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ സെൽസ് ആണ്. സെൽസിൽ പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, അതിന്റെ എല്ലാം തന്നെ ആനോഡ് കാത്തോഡ് റിയാക്ഷൻസ് നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, കൈനറ്റിക്സ് എന്ന ചാപ്റ്റർ ആണ്. കൈനറ്റിക്സിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ പഠിക്കണം. റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ലോ നന്നായിട്ട് പഠിക്കുക. ഓർഡറിനെ കുറിച്ച്, റേറ്റ് ലോ, ഓർഡറിനെ കുറിച്ച്, മോളിക്കുലാരിറ്റിയും ഓർഡർ നമ്മൾ വ്യത്യാസം, സ്യൂഡോ കൈനറ്റിക്സ്, അതുപോലെ കെയുടെ യൂണിറ്റ് കാണുന്നത്, കെയുടെ യൂണിറ്റ് വേഴ്സസ് ഓർഡർ അത് കാണുന്നത്, അത് നോക്കണം. അതിന്റെ എല്ലാം ഫോർമുല ഞാനിപ്പോൾ ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അതൊന്ന് നോക്കിയിരിക്കണം. ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻസ് ഇൻക്ലൂഡിംഗ് ഹാഫ് ലൈഫ് ഫോർമുല, ഫസ്റ്റ് ഓർഡറും സീറോ ഓർഡറും നിർബന്ധമായിട്ടും എല്ലാ ഇതും പഠിച്ചിട്ടുണ്ടാവണം. അതിന്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അറീനിയസ് ഇക്വേഷൻ ആണ്. അറീനിയസ് ഇക്വേഷൻ, അതിന്റെ ഗ്രാഫ്, അതിന്റെ ഫോർമുല, ഈ കാണുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ആ ഫോർമുല കംപ്ലീറ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ദാറ്റ് ഇസ് എ പാർട്ട് ഇൻ കൈനറ്റിക്സ്. കൈനറ്റിക്സ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കടന്നു ചെല്ലുന്നത് പി ബ്ലോക്ക് എലമെന്റ്സിലേക്കാണ്. പി ബ്ലോക്ക് ഫസ്റ്റ് ഇയർ പോർഷനിൽ ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒരുമിച്ച് നോക്കിയാൽ മതി. ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഓരോ ഫാമിലിയും ഇൻട്രൊഡക്ഷൻ മാത്രം പഠിക്കുക. കോമ്പൗണ്ട്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഫസ്റ്റ് മെമ്പറിന്റെ അനോമലി മാത്രം ഉൾപ്പെടുത്തി പഠിക്കുക. പക്ഷെ ഒരു കാര്യം മറക്കരുത്, പി ബ്ലോക്കിൽ നോബിൾ ഗ്യാസസ് മാത്രം കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. അതുപോലെ അലോട്രോപിക് ഫോംസ് നോർമലി വേണ്ട എന്നാണ്, എന്നാലും ഫോസ്ഫറസും സൾഫറും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. നൈട്രജന്റെ ഓക്സൈഡ്സിന്റെ ടേബിൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം അവിടുന്ന് ചോദ്യങ്ങൾ ഡിലീറ്റഡ് ആണെന്ന് പറയുകയും അവിടുന്ന് ചോദ്യങ്ങൾ വരികയും ചെയ്യുകയുണ്ടായി. ഓക്കെ, കമ്മിങ് ടു ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഏത് ചാപ്റ്ററിന്റെ ഏത് ന്യൂക്ക് ആൻഡ് കോർണറിൽ ചെന്നാലും ഒരു സ്പീഷീസ് കിട്ടും. ആ സ്പീഷീസിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ളത് പഠിക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ റിയാക്ഷൻസും നോക്കുക. അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്പീഷീസിന്റെയും മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ളത് പഠിക്കുക. ഓർമ്മയുണ്ടല്ലോ, റൂട്ട് ഓഫ് n×n+2 ബോർ മാഗ്നറ്റോൺ വെച്ച് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാ സ്പീഷീസിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് പഠിക്കണം. കോപ്പർ ഹാലൈഡ്സിന്റെ ഭാഗം നന്നായിട്ട് നോക്കണം. ഹാലൈഡ്സും ഓക്സൈഡ്സും നന്നായിട്ട് നോക്കണം. അതുപോലെ അറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരുന്ന ആ ഫസ്റ്റ് ടേബിൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇതിലെല്ലാം ഉപരിയായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോർഷൻ ഉണ്ട് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ. അതേതാണ്?
വേറൊന്നുമല്ല, ലാന്തനോയിഡ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ലാന്തനോയിഡ്സിൻ്റെ ഓർഡർ, ലാന്തനോയിഡ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അവരുടെ ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് പഠിച്ചു വയ്ക്കുള്ളൂ, ഉറപ്പായിട്ടും ഒരു ചോദ്യം അവിടെ നിന്ന് വന്നിരിക്കും. അത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. കമ്മിങ് ടു കോംപ്ലക്സ് കെമിസ്ട്രി, വെർണേഴ്സ് കോർഡിനേഷൻ എക്സ്പെരിമെന്റ്, ആദ്യം തന്നെ വരുന്ന വെർണേഴ്സ് എക്സ്പെരിമെന്റ്, അതിൻ്റെ പ്രോബ്ലംസ് പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞ് ഐസോമറിസം വരുന്നുണ്ട്. ഐസോമറിസം എല്ലാ ടൈപ്പും നോക്കിയെന്ന് ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ചും ജോമെട്രിക്കൽ ഐസോമറിസം, ഓപ്റ്റിക്കൽ ഐസോമറിസം, അത് നോക്കിയെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ വരുന്ന 4 എണ്ണം ഏതൊക്കെയാണ്? അയണൈസേഷൻ ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം, ഹൈഡ്രേറ്റ് ഐസോമറിസം. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ BB തിയറിയും CF തിയറിയുമാണ്. CF തിയറിയുടെ ആ ഡയഗ്രാം, T2G ഓർബിറ്റൽ, EG ഓർബിറ്റൽ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, അതിൻ്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വരുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം NCERT-ൽ ഇല്ല, പക്ഷെ സ്ഥിരം ചോദിക്കുന്നതാണ്. അത് ചെയ്തിട്ടുണ്ടാവണം. ഹയർ ലെവലിലേക്ക് ജാൻ ടെല്ലർ എഫക്റ്റ് വരെയൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്നാലും അത് സാധ്യത കുറവായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ലാസ്റ്റ് പാർട്ട് അപ്ലിക്കേഷൻസ് നോക്കാൻ മറക്കരുത്. അത് DNF-ൽ നോക്കണം, കോർഡിനേഷൻ കെമിസ്ട്രി. ഇത്രയും കഴിയുമ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി കഴിഞ്ഞു. അടുത്തത് സെക്കൻഡ് ഇയർ ഓർഗാനിക് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഹാലോ ആൽക്കെയിൻ, ഹാലോ അറീൻ എന്ന ചാപ്റ്ററിൽ എന്താണ് പഠിക്കേണ്ടത് എന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. SN1 SN2 റിയാക്ഷൻ ഭംഗിയായിട്ട് പഠിക്കണം. എല്ലാറ്റിലും ക്ലാസിഫിക്കേഷൻസ് നോക്കിക്കോളൂ കേട്ടോ. ക്ലാസിഫിക്കേഷൻസ് നോക്കുക, പ്രിപ്പറേഷൻസ് നോക്കുക. പ്രിപ്പറേഷൻസിൽ ഒരിക്കലും മറക്കാൻ പാടില്ല സാൻമേയേഴ്സ് റിയാക്ഷൻ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ആൽക്കഹോൾസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്, അതും എല്ലാം നോക്കി എന്ന് ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ മാർക്കോണിക് ഓഫ് അഡിഷനും മറ്റുമൊക്കെ നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ ഓൾറെഡി നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. റിയാക്ഷൻസിൽ SN1 SN2 ഇൻക്ലൂഡിംഗ് മെക്കാനിസം ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ ഓർഡറും കാര്യങ്ങളും SN1 SN2വിൻ്റെ ആ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അടുത്തത് എലിമിനേഷൻ റിയാക്ഷനാണ്. എലിമിനേഷനും സേഷ്യഫ് റൂള്, എലിമിനേഷൻ വേഴ്സസ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ കോമ്പിനേഷൻ പഠിക്കണം. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോർമേഷൻ നോക്കണം. വുഡ്സ് റിയാക്ഷനൊക്കെ ഹൈഡ്രോ കാർബൺസിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ, ഫിറ്റിക് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ മറക്കരുത്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും അതുപോലെ സ്വാർട്സ് റിയാക്ഷനും. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ നോക്കിയെന്ന് ഉറപ്പ് വരുത്തുക. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് മറന്നിട്ടില്ലല്ലോ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അറൈൽ ഹാലൈഡ്സ്, അതിൻ്റെ പോസിബിലിറ്റി കുറവാണ് എന്ന് പറയുന്നതിൻ്റെ റീസൺസും അത് നോക്കണം. പാരാ പൊസിഷൻസിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വരുന്ന സമയത്ത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചുകൂടെ നന്നായിട്ട് നടക്കും. ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. 2,4,6 ട്രൈനൈട്രോ ക്ലോറോ ബെൻസീൻ കൺവേർട്ടഡ് ടു പിക്രിക് ആസിഡ്, ഓർമ്മയില്ലേ? അത് നോക്കാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ യൂഷ്വലി കാണുന്നതാണ്, അതെല്ലാം നോക്കണം. ലാസ്റ്റ് പോളി ഹാലോജൻ കോമ്പൗണ്ട്സിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണെന്ന് അറിയാലോ അല്ലേ? പോളി ഹാലോജൻ കോമ്പൗണ്ട്സ്, ക്ലോറോഫോം വരുന്ന, അതുപോലെ ഐഡോഫോം വരുന്ന, അതുപോലെ CCl4 വരുന്ന, ഫ്രയോൺസ് വരുന്ന, ഫ്രയോൺസിൻ്റെ ഒക്കെ ഫോർമുല ബേസ്ഡ് ഒരു ചോദ്യം വേണമെങ്കിൽ വരാൻ കേട്ടോ. കോഡ് തന്നിട്ട് ഒരു ഫോർമുല കണ്ടുപിടിക്കുന്നത്. അതുപോലെ DDT, ലാസ്റ്റ് DDT പറയുന്നുണ്ട്, അത് നോക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ കുറച്ചും കൂടെ വലിയൊരു ചാപ്റ്ററാണ്, ആൽക്കഹോൾ ഫിനോൾ ഈത്തേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. പ്രധാനമായിട്ടും നോക്കേണ്ടത് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ മെക്കാനിസം പഠിക്കുക, അതുപോലെ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ മെക്കാനിസം പഠിക്കുക, റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്, എസ്റ്റേഴ്സ്, അത്രയും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവണം അല്ലെ? ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷനിൽ ഫിനോൾസിന്റെ 4 പ്രിപ്പറേഷൻ, ഏറ്റവും പ്രധാനമായിട്ടും ക്യുമീൻ പ്രോസസ് നോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ 4 പ്രോസസ്സ് ഇൻക്ലൂഡിംഗ് ഡൗസ് പ്രോസസ് നോക്കിയിട്ടുണ്ടാവണം. ആൽക്കഹോൾ ഫിനോളിലേക്ക് വരുമ്പോൾ ഹൈലൈറ്റിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് അസിഡിക് നേച്ചറിന്റെ കമ്പാരിസൺ ആണ്. എങ്ങനെയാണ് അസിഡിക് നേച്ചർ കമ്പാരിസൺ വരുന്നത്? ആൽക്കഹോൾസ്, ആൽക്കഹോൾ, ഫിനോൾ, കാർബോക്സിലിക് ആസിഡ്, അതിന്റെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് അറിഞ്ഞിരിക്കുക. ഫിനോളിന്റെ കേസിൽ പ്രത്യേകിച്ചും ആ ടേബിൾ തന്നിട്ടുണ്ട്. ഫിനോളും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനോൾസിന്റെയും ടേബിൾ തന്നിട്ടുണ്ട്. ഹോപ്പ് യു റിമെമ്പർ. pKa വാല്യൂ തന്നിട്ട് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഫിനോളിന്റെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ് ആണ്. അതുപോലെ ആൽക്കഹോൾസിന്റെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ്, ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് ഇൻക്ലൂഡിംഗ് മെക്കാനിസം മറക്കാതെ പഠിക്കണം. ആൽക്കഹോൾസിന്റെ റിയാക്ഷൻ, അതുപോലെ ഓക്സിഡേഷൻ റിയാക്ഷനും കൺട്രോൾഡ് ഓക്സിഡേഷൻ റിയാക്ഷനും ആൽക്കഹോൾസിന്റെ വരുന്നത്, വിത്ത് ഹോട്ട് കോപ്പർ കാറ്റലിസ്റ്റ് വരുന്നത്, ആ റിയാക്ഷൻസ്. ഫിനോളിന്റെ സ്പെഷ്യൽ റിയാക്ഷൻ ഓർമ്മയുണ്ടല്ലോ, കോൾബ് റിയാക്ഷൻ, റീമർ ടീമാൻ റിയാക്ഷൻ, അതുപോലെ ഓക്സിഡേഷൻ ഓഫ് ഫിനോൾ. അത്രയും പഠിച്ചാൽ മതി ആ റിയാക്ഷൻസ്. കമ്മിങ് ടു
ദ ഈതർ പാർട്ട്. ഈതർ പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈതറിന്റെ പ്രിപ്പറേഷനിൽ വരുന്ന പാർഷ്യൽ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ, SN2 മെക്കാനിസത്തിൽ നടക്കുന്ന റിയാക്ഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ് പഠിക്കുമ്പോൾ എക്സംഷൻ നോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് കഴിഞ്ഞാൽ ഈതറിന്റെ റിയാക്ഷൻ ആണ്. ഈതറിന്റെ റിയാക്ഷനിൽ ഹൈലൈറ്റിംഗ് റിയാക്ഷൻ, എപ്പോഴും ചോദിക്കുന്ന റിയാക്ഷൻ ഈതർ റിയാക്ടിങ് വിത്ത് HX ആണ്. 1 ഈക്വലന്റ് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുക, അൺസിമെട്രിക്കൽ ഈതേഴ്സ് വരുമ്പോൾ എങ്ങനെ കിട്ടും, അതുപോലെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈതർ മോളിക്യൂൾസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, സ്ഥിരം ചോദ്യമാണ്, അറിയാമെന്ന് വിചാരിക്കുന്നു. അത് ഉറപ്പായിട്ട് നോക്കിയിട്ടുണ്ടാവണം. ഈതർ വേഴ്സസ് HX എന്ന് വരുന്ന റിയാക്ഷൻ. മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ എമംഗ് ഓർഗാനിക് കെമിസ്ട്രി, ഇറ്റ് ഈസ് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്. ഓഫ് കോഴ്സ് ആൽഡിഹൈഡ്സ് കീറ്റോൺസിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതിന്റെ പ്രിപ്പറേഷൻ റിയാക്ഷൻസ്, പ്രിപ്പറേഷൻ റിയാക്ഷൻ ആൽക്കഹോൾസിൽ പഠിക്കുന്ന റിയാക്ഷൻസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. പ്ലസ് അതല്ലാതെ റോസൻമുൺ റിയാക്ഷൻ മറക്കരുത്, സ്റ്റീഫൻ റിയാക്ഷൻ മറക്കരുത്, ഡൈബാൾ H മറക്കരുത്, അതുപോലെ എറ്റാഡ് റിയാക്ഷൻ മറക്കാതെ പഠിക്കുക. എറ്റാഡ് റിയാക്ഷനും പഠിക്കുക, അതിന്റെ തൊട്ടടുത്ത് അതേപോലെ ഒരു റിയാക്ഷൻ ഉണ്ട്, അതും പഠിക്കുക. സൈഡ് ചെയിൻ ഓക്സിഡേഷൻ ഓർമ്മയുണ്ടല്ലോ, ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ, ഗെറ്റർമാൻ ആൽഡിഹൈഡ് സിന്തസിസ്, ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഡൈ ആൽക്കൈൽ കാഡ്മിയം വെച്ചിട്ടുള്ള റിയാക്ഷൻ, അതുപോലെ ഗ്രിഗ്നാർഡ് റിയേജന്റും നൈട്രൈലും തമ്മിലുള്ള റിയാക്ഷൻ പ്രിപ്പറേഷൻസിൽ അതെല്ലാം നോക്കിയിട്ടുണ്ടാവണം. Coming to the properties, the most important reaction, nucleophilic addition reaction. ആ റിയാക്ഷൻസ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്, അത് പഠിച്ചിട്ടുണ്ടാവണം. ഏതൊക്കെയാണ് റിയാക്ഷൻ വരുന്നത്? റിയാക്ഷൻ അഡിഷൻ ഓഫ് HCN ഗിവിംഗ് സൈനോഹൈഡ്രേറ്റ്, സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് അഡിഷൻ, ഗ്രിഗ്നാർഡ് റിയേജന്റ് അഡിഷൻ, ആൽക്കഹോൾ അഡിഷൻ. ആൽക്കഹോൾ അഡിഷൻ പ്രത്യേകിച്ച് പഠിക്കണേ, ആൽഡിഹൈഡ്സും കീറ്റോൺസും. കീറ്റോൺസ് വരുമ്പോൾ ബിസിനാൽ ഡൈ ഓൾസ് ആണ് റിയാക്ഷൻ നടക്കുക, സൈക്ലിക് കീറ്റാല് കിട്ടും. പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീരീസ് ഓഫ് റിയാക്ഷൻ, അമോണിയ ആൻഡ് ഡെറിവേറ്റീവ്സ്. 7 റിയാക്ഷൻ, ഈ കാണുന്ന ടേബിളിലുള്ള 7 റിയാക്ഷൻ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇൻക്ലൂഡ് എന്താണ് റിയേജന്റിന്റെ പേര്, എന്താണ് പ്രോഡക്റ്റ്, അതിൽ തന്നെ വരുന്ന ബോർഷേസ് ടെസ്റ്റ്, ബോർഷേസ് റിയേജന്റ്, ബ്രാഡീസ് റിയേജന്റ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ആൻഡ് നൗ ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ ക്രോസ് ആൽഡോളും സിമ്പിൾ ആൽഡോളും രണ്ടും വർക്കൗട്ട് ചെയ്യാം. ചിലപ്പോൾ വന്നുകൂടെ ഇല്ല, ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻട്രാ മോളിക്കുലർ ആൽഡോൾ, ചിലപ്പോൾ ഒരു ചോദ്യം, ഒരു ലോങ് ഡൈ കീറ്റോണോ അല്ലെങ്കിൽ ഒരു ആൽഡിഹൈഡും കീറ്റോണോ ലോങ് ചെയിൻ തന്നിട്ട് ഇൻട്രാ മോളിക്കുലർ ആൽഡോൾ സ്ഥിരം വരുന്നൊരു ചോദ്യം തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. കാനിസാറോ റിയാക്ഷൻ, കാനിസാറോ റിയാക്ഷനും സിമ്പിൾ കാനിസാറോ റിയാക്ഷൻ ആവാം, ക്രോസ് കാനിസാറോ റിയാക്ഷനും ആവാം. പിന്നെ ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ് കീറ്റോൺസിൽ മറക്കാതെ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഫെലിങ്സ് ടെസ്റ്റ്, ടോളൻസ് ടെസ്റ്റ്. ബെനഡിക്ട് ടെസ്റ്റ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇതെന്തായാലും ഓർമ്മയോടുകൂടി നോക്കുക. കമ്മിങ് ടു കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് വാട്ട് വി ഹാഡ് ഇൻ ഫീനോൾ. ഫീനോളിൽ പറഞ്ഞ അതേപോലെ തന്നെ കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത്, അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ, വേരിയസ് ഗ്രൂപ്പ്സ് വരുമ്പോൾ അസിഡിക് ഓർഡർ എങ്ങനെയാണ് വരുന്നത്, അത് കൃത്യമായിട്ട് ആ ഓർഡർ നോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്പെഷ്യൽ റിയാക്ഷൻസ് എന്ന് കാർബോക്സിലിക് ആസിഡ്സിൽ പറയാവുന്നത് നമുക്ക് HVZ റിയാക്ഷൻ ആണ്, മറന്നിട്ടില്ലല്ലോ. HVZ റിയാക്ഷൻ നോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻസിലൊക്കെ ഒരുമിച്ച് നമുക്ക് എല്ലാ ആസിഡ് ഡെറിവേറ്റീവ്സിന്റെ ഹൈഡ്രോളിസിസ് എന്ന രീതിയിൽ തന്നെ പഠിക്കാമെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഒരു റിയാക്ഷൻ വേറിട്ട് നിൽക്കുന്നതാണ്, ദാറ്റ് ഈസ് ഗ്രിഗ്നാർഡ് റിയേജന്റ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അല്ലെ. ഇത്രയും ഭാഗങ്ങൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിൽ നോക്കിയിട്ടുണ്ടാവണം. കമ്മിങ് ടു ദ ലാസ്റ്റ് ഓർഗാനിക് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അമീൻസ് ആണ്. അമീൻസ് ഉറപ്പായിട്ടും 2 ചോദ്യം, ചിലപ്പോൾ അതിലും കൂടുതലാവാം, 2 ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണ് അമീൻസ് എന്നുള്ളത് അല്ലെ. അമീൻസിന്റെ പ്രിപ്പറേഷൻ വരുമ്പോൾ ഹോഫ്മാൻസ് അമോണോലിസിസ് ഭംഗിയായിട്ട് നോക്കിയിട്ടുണ്ടാവണം. ഗബ്രിയൽ റിയാക്ഷൻ നോക്കിക്കൊള്ളുക. ഹോഫ്മാൻസ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ, 3 റിയാക്ഷൻസ് പ്രത്യേകം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. കമ്മിങ് ടു ദ പ്രോപ്പർട്ടീസ്, വൺസ് അഗെയിൻ ആസിഡ്സിൽ പഠിച്ച അതേപോലെ തന്നെ ഇവിടെ അമീൻസിൽ ബേസിക് സ്ട്രെങ്ത് കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ ആസിഡ്സ് പഠിക്കുമ്പോൾ, അസിഡിക് സ്ട്രെങ്ത് പഠിക്കുമ്പോൾ, അമീൻസിൽ ബേസിക് സ്ട്രെങ്ത് പഠിക്കുമ്പോൾ ഓർത്തോ ഇഫക്റ്റിനെ കുറിച്ച് പഠിപ്പിച്ചത് മറക്കാതിരിക്കുക. അപ്പോൾ ബേസിക് സ്ട്രെങ്ത് പഠിക്കുമ്പോൾ മീഥൈൽ അമീൻസിന്റെ ഓർഡർ, ഈഥൈൽ അമീൻസിന്റെ ഓർഡർ, അരിഫാറ്റിക് അറൈൽ അമീൻസ് വരുമ്പോൾ അതിൽ വരുന്ന ഓർഡർ, അതിൽ PKB ഡാറ്റ തന്ന് നമ്മളൊരു ടേബിൾ പഠിക്കുന്നുണ്ട്. ആ ടേബിൾ കമ്പയർ ചെയ്ത് നന്നായിട്ട് തന്നെ നോക്കണം. അമീൻസിന്റെ, മീഥൈൽ അമീൻസിന്റെ ഓർഡറും ഈഥൈൽ അമീൻസിന്റെ ഓർഡറും പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചിലപ്പോൾ ചോദിക്കാം.
മീഥൈൽ ഈഥൈൽ അമീൻസ് മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ചോദിക്കാം. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അരോമാറ്റിക് അമീൻസ് ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതും ഓർഡർ പറയാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. കമ്മിങ് ഓൺ ടു ദ റിയാക്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അമീൻസ് അനിലീൻ ഹൈലി റിയാക്റ്റീവ് ആണ്, അറിയാമല്ലോ. അനിലീൻ്റെ ഹൈ റിയാക്ടിവിറ്റി, അതുപോലെ നോർമൽ അമീൻസിൻ്റെ അസൈലേഷൻ, ബെൻസോയിലേഷൻ, ഷോർട്ട് ആൻഡ് ബോമാൻ റിയാക്ഷൻ, കാർബൈലമീൻ റിയാക്ഷൻ മറക്കരുത്, കാർബൈലമീൻ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്, ഐഡന്റിഫിക്കേഷൻ പ്രൈമറി സെക്കൻഡറി ടെർഷറി അമീൻസ്. ഹിൻസ്ബർഗ് ടെസ്റ്റ് ഉറപ്പായിട്ട് നോക്കിയിട്ടുണ്ടാവണം. അത് കഴിഞ്ഞാൽ ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് അനിലീൻ ആണ്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ മറക്കാതെ ബ്രോമിനേഷനും അതുപോലെ നൈട്രേഷനും നോക്കണം. നൈട്രേഷനിൽ മറന്നിട്ടില്ലല്ലോ, നൈട്രേഷനിൽ മെറ്റാ പ്രോഡക്റ്റ് ഒരു 47% ഫോം ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതും നോക്കിയിട്ടുണ്ടാവണം കേട്ടോ. അത്രയും ഭാഗങ്ങളാണ്. ആൻഡ് ലാസ്റ്റ് ടെയിൽ പോർഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടുന്ന് ഒരു ചോദ്യം കൃത്യമായിട്ട് പ്രതീക്ഷിക്കണം. ദാറ്റ് ഈസ് ഡൈസോണിയം സോൾട്സിന്റെ ഭാഗം പ്രത്യേകം നോക്കുക. ഡൈസോണിയം സോൾട്സിന്റെ റിയാക്ഷൻ, സാൻമേയസ് റിയാക്ഷനും ഗെറ്റർമാൻ റിയാക്ഷനും ബാൽഷിമാൻ റിയാക്ഷനും കൂടാതെ ഡൈസോണിയം സോൾട്ട് റിഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ വിത്ത് ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്, റിയാക്ഷൻ വിത്ത് എത്തനോള്, റിയാക്ഷൻ വിത്ത് സോഡിയം നൈട്രേറ്റ്, ആ റിയാക്ഷൻസ് എല്ലാം നോക്കുക. ഫൈനലി കപ്ലിംഗ് റിയാക്ഷനും കൂടെ നോക്കിയിട്ട് വേണം നിർത്താൻ. കമ്മിങ് ടു ബയോമോളിക്യൂൾസ്, ദ ലാസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഈ സിലബസിലെ ലാസ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് നന്നായിട്ട് പഠിക്കുക. ഗ്ലൂക്കോസിന്റെ എല്ലാ റിയാക്ഷൻസും നോക്കിക്കോളൂ, അവിടുന്ന് ഒരു ചോദ്യം വരും. ഗ്ലൂക്കോസിന്റെ റിയാക്ഷൻസ് എല്ലാം നോക്കുക, ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് എല്ലാം നോക്കുക, ഫ്രക്ടോസിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് നോക്കുക, വന്നേക്കാം. ഡൈസാക്രൈഡ്സ് ഏതൊക്കെ പഠിക്കണമെന്ന് അറിയാലോ, സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്, ഇതിന്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് നോക്കുക. പിന്നെ അമൈലോസ്, അമൈലോപെക്റ്റിൻ, സ്റ്റാർച്ചിനെ കുറിച്ച് പഠിക്കാം. സെല്ലുലോസ്, ബീറ്റാ ഗ്ലൂക്കോസ് വരുന്ന ബീറ്റാ ഗ്ലൈക്കോസ് സെല്ലുലോസ് നോക്കുക. ഗ്ലൈക്കോജൻ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. റൈറ്റ്. അമിനോ ആസിഡ്സ് 20 അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടാവണം. 20 അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചർ പറ്റുമെങ്കിൽ പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വരച്ച് നോക്കിയിട്ട് വേണം പോവാൻ. അതിന്റെ കോഡിങ്ങും നോക്കുക. അത് കഴിഞ്ഞാൽ പ്രോട്ടീൻസിന്റെ പ്രൈമറി സെക്കൻഡറി ടെർഷറി സ്ട്രക്ചർ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് DNA മോളിക്യൂൾ, DNA RNAയിലേക്ക് പോയി കഴിഞ്ഞാൽ DNA സ്ട്രാൻഡ് വരുന്നത്, അതിൽ വരുന്ന കോമ്പിനേഷൻസ്, പെൻഡോസ് ഷുഗർ ഏതാണ്, ഫോസ്ഫോറിക് ആസിഡ് ലിങ്ക് ചെയ്യുന്നത് എവിടെയാണ്, പെൻഡോസ് ഷുഗറിൽ നൈട്രോജനസ് ബേസസ് ഏതൊക്കെയാണ്, അതെല്ലാം അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അതേസമയം RNAയിൽ വരുമ്പോൾ യുറാസിൽ, ആ കോമ്പിനേഷൻ നോക്കിയിട്ടാവണം. അവിടുന്ന് ഒരു പക്ഷേ ആ കോമ്പിനേഷനൊക്കെ ബേസ് ചെയ്ത് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും കൂടെ ചിലപ്പോൾ വന്നുകൂടായികയില്ല. DNA RNA. വൈറ്റമിൻസിന്റെ ടേബിള് നോക്കി എന്ന് ഉറപ്പ് വരുത്തുക. വൈറ്റമിൻസിന്റെ ടേബിള്. ഹോർമോൺസിനെ കുറിച്ച് ലാസ്റ്റ് ഒരു പോർഷൻ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ നന്നായിരിക്കും. ഇത്രയും ഭാഗങ്ങൾ, ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ ഉറപ്പായിട്ടും ഈ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്താൽ ഇതുവരെ ഇതെങ്ങനെ കടന്നുകൂടാൻ പറ്റും എന്ന് ചിന്തിച്ചിരുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് JEE ക്രാക്ക് ചെയ്യാൻ സാധിക്കും, JEE കടന്നുകൂടാൻ സാധിക്കും. അതേസമയം സിസ്റ്റമാറ്റിക്കായിട്ട് ഇതുവരെ നന്നായിട്ട് പഠിച്ചു വന്നിട്ടുള്ള കുട്ടികൾ പ്ലീസ് എൻഷുർ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ്സിലൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരു എബവ് 99% കെമിസ്ട്രിയിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, തീർച്ചയാണ്, യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്.